രാവിലെ തന്നെ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് കുറേ നേരം നിന്നത് കേട്ടോ. ജോലിക്ക് പോകാൻ ഇറങ്ങിയ കുഞ്ഞൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇന്നലെ രാത്രിയിൽ നമ്മൾ വണ്ടി ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ അലമാരയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വണ്ടി ബാക്കിലോട്ട് ഇട്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും സ്റ്റാർട്ട് ആവത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സ്റ്റാർട്ട് ആവുകയും ചെയ്തു. പക്ഷെ രാവിലെ എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്നാണെങ്കിൽ വണ്ടി സർവീസിന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടോ. എന്തെന്നറിയാതെ ഇങ്ങനെ പകച്ചിരിക്കുമായിരുന്നു. അങ്ങനെ വണ്ടി നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി സർവീസിന് അവിടെ വന്ന് എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ സർവീസ് സെൻറ്ററിൽ ഒന്നും കൂടെ വിളിച്ചു. ഇതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, നിങ്ങൾ വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ആളെ വിടാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എന്തായാലും ഭാഗ്യത്തിന് സ്റ്റാർട്ടായി. ഞങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിച്ച് വേണമെങ്കിൽ പറയാം. ഇന്നലെ കുഞ്ഞിനാണെങ്കിൽ ജോലിക്ക് പോയില്ലായിരുന്നു, വയ്യാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്നും പിന്നെയും ലീവ് ആവുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെയും പിന്നെ വണ്ടിക്ക് എന്താ പറ്റിയത്, ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിക്ക് ഈ ഒരു പ്രശ്നം. വാങ്ങിച്ചിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കുഞ്ഞൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ടെൻഷൻ മൊത്തം. അങ്ങ് വിളിക്കുന്നത് വരെ മനസ്സിനകത്ത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്, വല്ലാത്തൊരു നെഞ്ചിടിപ്പം. എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വീണ്ടും നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പാടല്ലേ. കുഞ്ഞനാണെങ്കിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ നല്ല ടെൻഷനായിരുന്നു. അങ്ങ് ചെന്ന് വിളിക്കുന്നവരെ വല്ലാത്ത മനസ്സമാധാനക്കേടായിട്ട് ഞാൻ ഒറ്റ ഇരിപ്പായിരുന്നു കേട്ടോ ആ ഒരു വാതൊക്കെ തന്നെ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ചെന്നിട്ട് ഞാനിങ്ങ് എത്തി. വണ്ടി അതേപോലെ തന്നെ സർവീസിൽ നിന്ന് ആൾക്കാർ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരമാണ് ഒരു മനസ്സമാധാനം ആയത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിലേക്ക് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ റൂമിലോട്ടാട്ടോ വന്നത്. ഇന്നലെ കൊണ്ടുവച്ച കബോർഡല്ലേ, ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഒരു ഡപ്പ ഞാൻ കാണിച്ചിരുന്നതേ, അതിനകത്ത് ഞാൻ ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കുന്നതായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ചില്ലറയൊക്കെ വേണമല്ലോ. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ക്യാഷ് വേണമെന്നുകൊണ്ട് ഞാൻ ചില്ലറയൊക്കെ ആ ഒരു ഡപ്പിലിട്ട് വെക്കും. പിന്നെ ഈ ഒരു സാരി എൻ്റെ വെഡ്ഡിങ് സാരി ആട്ടോ. നിങ്ങളെൻ്റെ ഫോട്ടോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കവറിനകത്ത് ഇട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്, പക്ഷേ ഇത് തുറന്നിരുന്നത് എനിക്ക് ഓർമ്മയിലേ ഇല്ല. അതുകൊണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ട്, ഒരു പൊടിയുടെ ഒരു സ്മെല്ലുണ്ട്. ഇനി വെയിലത്തിട്ടൊക്കെ ഒന്ന് ഉണക്കി എടുക്കണം. രാവിലെ തന്നെ നല്ല തകർപ്പം മഴയായതുകൊണ്ട് ഇനി മഴ എന്നാൽ തോരത്തിനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതുവരെ ഇവിടെ എങ്ങനെ മാറ്റി വെക്കാം. പിന്നെ താഴത്തോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറേയൊക്കെ തുണികളൊക്കെ കുഞ്ഞൻ ഇടാത്തൊക്കെയാണ്. ചെറുതായി പോയതും ചീത്തയായതും ഒക്കെ ഉണ്ട്. അത് ഇതിനകത്ത് ഇരിക്കുമായിരുന്നു. ഞാൻ പുറത്തിരിക്കുകയാണെന്നുള്ള ഓർമ്മയാണ്. പിന്നെ ഈ ഒരു ജാക്കറ്റ് കേട്ടോ, ഞാൻ കുഞ്ഞിന് വേണ്ടി മേടിച്ചാണ്. ആകെ പൊടിയൊക്കെ കയറി ഇതിനകത്ത് ഇരുന്ന്. പുതിയതാണ്, ഇന്ന് വരെ കുഞ്ഞൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇത് ആദ്യത്തെ സമയത്ത് മേടിച്ചിരുന്നതാണ്. ഇതിൻ്റെ അകത്തൊക്കെ ആ ഒരു ക്ലോത്തൊക്കെ നല്ല രസമാട്ടോ, ഒരു വെൽവെറ്റ് ക്ലോത്ത് പോലെയൊക്കെയാണ്. നല്ല സുഖമാണ് ഇത് ഇട്ടാലും ഒക്കെ. ഇത് നമുക്ക് ബൈക്കുള്ള സമയത്ത് ട്രാവലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇടാമെന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞിന് വേണ്ടിയാണ്. ഒരു വട്ടം പോലും അത് ഞാൻ ഇട്ട് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ആ ഒരു സമയത്തൊന്നും നമ്മൾ എങ്ങോട്ടും പോകത്തില്ലായിരുന്നല്ലോ, വീട്ടിൽ തന്നെ ആയിരുന്നു, വീട് തന്നെ ശരണം. ഞാനാണെങ്കിൽ പുറത്തോട്ട് പോലും കടകളിൽ പോലും അങ്ങനെ പോകാറേ ഇല്ലായിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞിനുമായിട്ട് ഒന്ന് പുറത്ത് പോകും, പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് ഞങ്ങൾക്ക് ട്രാവലിങ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചായിരുന്നു. പക്ഷേ ഇതങ്ങനെ ഇരുന്ന് പോയി. ഇപ്പം നമുക്ക് ബൈക്ക് കൊടുത്തല്ലോ, ഒരു കാരണവശാലും ബൈക്ക് നമ്മൾ കൊടുക്കരുത് എന്നൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഒരു ബൈക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുടെ ഓർമ്മകൾ ഒരുപാട് ആ ബൈക്കിലുണ്ട്. ആ ബൈക്കുമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ ഒരു ബൈക്ക് ഞങ്ങൾക്ക് ഈ ഒരു ആക്സിഡൻറ്റോടെ കൊടുക്കേണ്ടി വന്നു. അതിനകത്ത് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ശരിയാക്കിയിട്ട് പിന്നെ നമ്മളത് ആ ഒരു ബൈക്ക് വിറ്റു. കാരണം കുഞ്ഞിന് ബൈക്ക് ഓട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് വിറ്റു. പിന്നെ കാറുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു കാർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോകാനും എടുക്കാനും പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആക്സിഡൻറ്റിന് മുന്നേ നമ്മൾ കാർ മേടിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ റിസ്ക് എടുത്ത് നമ്മൾ കാർ മേടിക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാർ മേടിച്ചാലും നമുക്കത് ഓട്ടിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും റിസ്ക് എടുത്ത് കാർ മേടിക്കത്തില്ലല്ലോ. ആ സമയത്ത് നമുക്ക് കാർ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ ആണല്ലോ, എന്തെങ്കിലും പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞനങ്ങനെ ചെറുതായിട്ട് പതുക്കെ ഓട്ടിച്ച് തുടങ്ങിയത് തന്നെ.
അതുകൊണ്ട് ഇപ്പം നമുക്കതൊരു ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി കണ്ടതുപോലെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ നടന്നത്. ഈ കാറ് മേടിക്കാൻ തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ആ സമയത്ത്. പെട്ടെന്നായിരുന്നു നമ്മൾ കാറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി മേടിച്ചത് തന്നെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം വരും, അതുകൊണ്ട് നിനക്കത് ഉപകാരപ്പെടും എന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങനെ പോകുന്നു. പിന്നെ കുറേ പേര് കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആക്സിഡൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ന്യൂ മെമ്പേഴ്സിനൊന്നും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു കമൻറ്റ് ബോക്സിലാണ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് എല്ലാവരും ചോദിക്കുമ്പോൾ വന്ന് കമൻസിന് എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ തരാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ലിങ്ക് ഇതിനകത്ത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. നല്ല സ്മെല്ല് ഉണ്ടായിരുന്നല്ലോ, കുറേ ദിവസമായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയല്ലായിരുന്നോ. പിന്നെ ഈ ഒരു ചാവി ഇടുന്ന ഭാഗമൊക്കെ തുരുമ്പ് കയറി. ഞാൻ മറ്റേ സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ, അത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, അത് സോപ്പൊന്നും ഇല്ല, ജസ്റ്റ് ചുമ്മാതെ ഇട്ട് ഞാനൊന്ന് ഉരയ്ക്കുന്നുണ്ട്. അന്നേരം ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തുരുമ്പ് ഭാഗമൊക്കെ അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് നല്ല തുണി വെച്ച് ഞാൻ തുടച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആ ഗ്ലാസ് വരുന്നതിൻ്റെ ഭാഗത്തും സ്റ്റീലിങ്ങിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇങ്ങനെയുണ്ട്. കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഇനിയും ആ ഒരു പാടുണ്ട് തുരുമ്പ് പിടിച്ചതിൻ്റെയൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ. എപ്പോഴും ഇങ്ങനെ പോയിട്ടേ ഇരിക്കും. ഇപ്പോഴും പോയി കേട്ടോ. നല്ല ഇരുട്ടുണ്ട്, കാരണം പുറത്ത് മഴയായതുകൊണ്ട് അകത്തോട്ട് അധികം വെളിച്ചമില്ലല്ലോ. പിന്നെ അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ശരിക്കും തുടച്ച് അവസാനം ഞാൻ ടയേർഡായി. അപ്പോൾ എനിക്കൊരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഒരു കോഫി ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നിരുന്നു മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്ന് കുറച്ച് നേരം കുടിച്ചു. നല്ല മഴയാട്ടോ, പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. തുണി കഴുകിയിട്ടിട്ട് പോലും ഉണങ്ങുന്നില്ല. കാരണം ഇപ്പം കുറേ ദിവസം നമ്മൾ ഇവിടുന്ന് മാറിയ സമയത്ത് എന്തായാലും ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അല്ലെങ്കിൽ ആകെ പെട്ടുപോയനെ. സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായാലും എല്ലാത്തിനും കൂടെയൊക്കെ നമ്മൾ ആകെ ബുദ്ധിമുട്ടി പോയനെ. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് മഴ വീണ്ടും തുടങ്ങിയത് കേട്ടോ. അതിന് മുന്നേ മഴയായിരുന്നെങ്കിലും പിന്നെ അങ്ങ് വെയിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഭാഗ്യം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവമേ ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താലേ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും എല്ലാത്തിലും വെള്ളവും കയറിയാനെ, അങ്ങനെ ആകെ കഷ്ടപ്പെട്ടാനെ. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. കാരണം എനിക്കങ്ങ് വയ്യ, ടയേർഡായിരുന്നല്ലോ. പിന്നെ ഞാൻ റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഫുഡ് കഴിച്ചില്ല, 3 മണിയായല്ലോ ഫുഡ് കഴിക്കാനെന്ന്. കാരണം സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഒന്നാമത്തെ കാര്യം മഴ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മങ്ങിക്കിടക്കുകയാണല്ലോ. അന്നേരത്തേക്ക് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു അയ്യോ എത്ര സമയമായെന്ന്. പിന്നെ ഈ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് വരെ അതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു വയ്യായ്ക വരുമ്പോഴാണ് അയ്യോ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രാന്ത് എനിക്കുണ്ട് കേട്ടോ. ജോലിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയാമല്ലോ, നമുക്ക് ഈ ഒരു ഹെൽത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആണ്. അങ്ങനെ പിന്നെ ഷർട്ടുകളൊക്കെ കുറേയൊക്കെ ഞാൻ അന്ന് കഴുകി വെച്ചതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ജസ്റ്റ് മടക്കി ഒന്നും കൂടെ മടക്കി വെക്കുക. അന്ന് നല്ല രീതിയിൽ മടക്കി വെക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി അപ്പോഴേ ഇങ്ങനെ മടക്കി എല്ലാം വെച്ച് നമ്മൾ ബാഗിനകത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. ഈ ഓരോന്ന് എടുക്കുമ്പോഴേ എനിക്ക് ഓരോ ഓർമ്മകളാട്ടോ. കുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്തത്, പിന്നെ എൻഗേജ്മെൻ്റ് എന്ന ബർത്ത്ഡേക്ക്, പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, അങ്ങനെയൊക്കെ മിക്ക ഷർട്ടുകളും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടുകളാണ്. എനിക്ക് ഇത് ഓരോന്നും എടുക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ അങ്ങ് മടക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരുമ്പോഴോ ഒക്കെ എൻ്റെ മൈൻഡിൽ അതെനിക്ക് ഭയങ്കര വാല്യൂ ആണ് കേട്ടോ. അതായത് നമ്മൾ ചിലപ്പോൾ 1 രൂപയുടെ ഒരു മിഠായി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരാൾ നമുക്കിടെ നല്ലൊരു ദിവസം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തരുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും ഞാനത് വാങ്ങിക്കുന്നത്. അതേപോലെ എനിക്ക് എപ്പോഴും ആ ഒരു ഓർമ്മയിൽ, ആ ഒരു സമയം വരുമ്പോൾ എനിക്ക് ഓർമ്മയിൽ അത് വരും. അന്ന് എനിക്കിത് വിട്ട് ഇന്ന ആളിത് തന്നു എന്നൊക്കെ ഉള്ള
രീതിയിൽ അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ ഓരോ ഓർമ്മകളാണ്. കുഞ്ഞൻ എനിക്ക് ആദ്യമായിട്ട് തന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് കൊടുത്ത ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി ഞാൻ എന്താ ഓരോന്നും എടുത്തിട്ടുണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് കുറച്ച് സാരീസ് ആട്ടോ. എനിക്ക് പണ്ട് സാരിയുടെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ. കാരണം ഞാൻ അമ്മയ്ക്കൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിലാണല്ലോ നമ്മൾ സാരീസൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെയാണ്, അല്ലാതെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചുരിദാർ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഡ്രസ്സുകളൊക്കെയല്ല ഇടുന്നത്. അങ്ങനെ അതുകൊണ്ട് സാരി കുറച്ചേ ഉള്ളൂ. പിന്നെ എനിക്കിപ്പം പിന്നീട് ഞാനിപ്പം വാങ്ങിച്ചതും ഒക്കെ ഉള്ള സാരികളായിരുന്നു. നേരത്തെ ഞാൻ സാരി ഇഷ്ടം പോലെ ഇങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. എവിടെയൊക്കെ പോകുമ്പോഴൊക്കെ കൊടുത്തോണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ടൊക്കെ പിന്നെ ഒന്നിനും പോകാത്തതുകൊണ്ട് പിന്നെ അതൊന്നും ഉടുക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ഇതെനിക്ക് അമ്മ കഴിഞ്ഞ ബർത്ത്ഡേക്കായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെയായിരുന്നു. കഴിഞ്ഞ അങ്ങേ ബർത്ത്ഡേക്ക്. ഇന്ന് വരെ അത് ഉടുത്തിട്ടില്ല ആ ഒരു സാരി. നല്ല സാരി കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. അതിൻ്റെ ബ്ലൗസൊന്നും തയ്ച്ചില്ല. നേരത്തെയൊക്കെ ബ്ലൗസ് ഞാൻ തന്നെ അല്ലായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്കിപ്പോൾ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പെൻഡിങ് കിടക്കുകയാണ്. സാരികളൊക്കെ ആയാലും തന്നെ ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. പുറത്ത് കൊടുക്കാൻ എന്ത് റേറ്റ് ആണെന്നേ. ഒരു ബ്ലൗസ്, സാധാ ഒരു ബ്ലൗസ് വയ്ക്കുന്നതിന് 500 രൂപയൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് കൊടുക്കാനേ ഒരു മനസ്സില്ല. പിന്നെ ദാ ഇത് കണ്ടോ, ഈ ഒരു മഗ് ഞാൻ എൻ്റെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അങ്ങാണ്ടാന്ന് തോന്നുന്നു കുഞ്ഞിന് ഞാൻ കൊടുത്തായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നിന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞിനെ എനിക്ക് കൊടുക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു. മറ്റേ മാജിക് കപ്പാണ്, ഞങ്ങൾ രണ്ടിൻ്റെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ഇതെനിക്ക് കുഞ്ഞൻ ആദ്യമായിട്ട് എനിക്ക് തന്ന ഡ്രസ്സാണേ. അതായത് ഓണത്തിനായിരുന്നു ഫസ്റ്റ് എനിക്ക് കുഞ്ഞൻ ഡ്രസ്സ് എടുത്തു തരുന്നത്. അത് വീട്ടുകാരെല്ലാം കൂടെ പോയിട്ട് അങ്ങനെ എടുത്തു തന്നെയായിരുന്നു, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഉള്ളത്. പിന്നെ ഇതാ ഈ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. കാരണം ഇത് എനിക്ക് വെഡ്ഡിങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുമല്ലോ. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി സെറ്റ് സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസായിരുന്നു. ഫ്രണ്ട് ഈ ഒരു വർക്കൊക്കെ ഞാൻ ചെയ്തതാട്ടോ. ഇതിനകത്ത് ആ ഒരു പിന്നെ വർക്ക് ഇതിനകത്ത് ബോർഡർ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് കൊടുത്തേക്കാണ് ഗോൾഡിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലാണ് ഹുക്ക് വരുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. ഈ മുകളിലും ഇങ്ങനെ ഇളക്കി നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെയാണ്. ഞാൻ ഈ ഒരു മോഡൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസായിരുന്നു അത്. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ടേ ഇല്ല. ഇതിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി നല്ല കട്ടിയുള്ളതുകൊണ്ട് എനിക്ക് ഇടുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ 1-2 വട്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇടക്കൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മുടെ അലമാരയെല്ലാം റെഡിയാക്കി ക്ലീനാക്കി ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടു പോകുന്നേ. പിന്നെ കുറേ വീട്ടിലിരുന്ന തുണികളൊക്കെ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മടക്കി ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമായിരുന്നു. പിന്നെ കുറേ പേര് ഈ ഒരു അലമാര നമ്മുടെ ഈ തുണിയുടെ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല. ഇത് വീട്ടിലിരുന്നത് എനിക്ക് അമ്മ കൊണ്ടു തന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ എന്നൊക്കെ അന്ന് ചോദിച്ചിരുന്നു. എനിക്കിതിൻ്റെ നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് ദിവസം ആയാലേ നമുക്കതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഒരു കാര്യം, ഒരുപാട് വെയിറ്റ് കൂടിയത് ഇങ്ങനെ ഇതിനകത്ത് വെക്കാൻ പാടില്ല. ഇങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ. കാരണം ഒരുപാട് അങ്ങനെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അല്ല. ആ ഒരു സ്റ്റാൻഡ് പോലെ ആ തട്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിഞ്ഞ് വന്നിട്ട് കീറിപ്പോയാനുള്ള ചാൻസ് കൂടുതലാണ്. വെയിറ്റ് ഉള്ളതൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് എനിക്കത് ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പൊട്ടി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആ ഒരു വെയിറ്റ് ഉള്ള കുഞ്ഞൻ്റെ ഈ ഒരു പിന്നെ എന്താ പറയുക, വീട്ടിലിരുന്ന ഷോർട്ട്സും അങ്ങനെയുള്ള പാൻറ്റുകളൊക്കെ ഇല്ലേ, അത് ഞാൻ പിന്നെ ഹാങ് ചെയ്താണ് ഇട്ടത്. വെയിറ്റ് കൂടിയിട്ട് അത് പൊട്ടിപ്പോകണ്ട. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് അവർക്കിടെ കുഞ്ഞു കുഞ്ഞു തുണികളൊക്കെ വെക്കാൻ അതിനൊന്നും അധികം വെയിറ്റ് ഇല്ലല്ലോ. അവർക്കൊക്കെ നല്ലതായിരിക്കും ഈ ഒരു സാധനം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ ആമസോണിലും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ എൻ്റെ റൂമിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചക്ക കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നായിരുന്നല്ലോ. രാത്രിയിലായതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ കയർപ്പ് ഉണ്ടായിരുന്നു ചക്കയ്ക്ക് നല്ല
നല്ല രീതിയിൽ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ട് ആ ഭാഗം എല്ലാം കട്ട് ചെയ്ത് കുറേയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് എടുത്തത്. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ, വലിയ കയർപ്പായിട്ട് തോന്നിയില്ല. ചില ചക്കയ്ക്കൊക്കെ നല്ല കയർപ്പുണ്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന് പിന്നെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ചക്കയൊക്കെ വെട്ടുന്ന സമയത്ത് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വായിൽ വെച്ച് ചവച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ടൊന്നും ഈ ഒരു വേവിച്ച ചക്ക എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ, ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു. പച്ച ചക്കയായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം. ഞാൻ പച്ചക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഇങ്ങനെ അമ്മ കഴിപ്പിച്ച് ശീലമാക്കിയാണ്. ഇതിനകത്ത് ചെറിയൊരു മധുരവും കൂടെ വന്നിട്ടുണ്ട്, കാരണം ഇന്നലെ അവിടെ വെട്ടി വെച്ചിരുന്ന ചക്കയല്ലായിരുന്നു, അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പൊളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു മടലോടെ ഇരിക്കുമ്പോൾ ഇച്ചിരി തോനെയായിട്ട് തോന്നിയെങ്കിലും കുറച്ചേ ഉള്ളായിരുന്നു. ഇപ്പോൾ രാത്രിയിലേക്ക് നമുക്കിന്ന് ചക്കയും വേവിച്ച് മീൻകറിയും വെക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചക്കയൊക്കെ വേവിക്കുന്ന ഈ മീൻകറി വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നേ വരും, മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചിട്ട് വന്ന മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതും മീൻകറിയൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. അതായത് നമ്മൾ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ നിന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് വന്നു അതിന് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് നല്ലതാണ്, കുറേ പേർക്ക് നമ്മളെക്കാളും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയവരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഒരു കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അവരും വാടകയ്ക്കാണ് താമസിക്കുന്നത്, അവർ താമസിക്കുന്നിടത്ത് ഓണേഴ്സും അവരും ആയിട്ട് മേലും താഴെങ്ങാണ്ട് താമസിക്കുന്നത്. അതിനകത്ത് ടെറസിൻ്റെ മുകളിലെങ്ങാണ്ട് കയറിയ സമയത്ത്, അതായത് അവരുടെ കുഞ്ഞുങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറിയ സമയത്ത് ഇതുകൊണ്ട് ഓണേഴ്സ് വന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മേലെ കയറി പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിലക്ക് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ആ കുഞ്ഞുങ്ങളടുത്തൊക്കെ എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒന്നും കൊണ്ടുവരാതെയാണ് നമ്മൾ ഭൂമിയിലോട്ട് വന്നത്. തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ എല്ലാവരും കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇന്ന് ഉള്ള സാഹചര്യം ആയിരിക്കത്തില്ല നമുക്ക് നാളെ, നമുക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാം. ഈ ഒരുപാട് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുന്നവർക്ക് ഒരു നിമിഷം മതി അതെല്ലാം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് കുഞ്ഞുങ്ങളടുത്തൊക്കെ എനിക്ക് ആ ഒരു കാര്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ഒന്നും അല്ലാന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് 1-2 കമൻറ്റ് ഞാൻ കണ്ടു, ഇതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന പോലെയാണ് അവർ നമുക്കടുത്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഒന്നും അല്ലടോ, ഞങ്ങൾ നിന്ന രീതി വെച്ചിട്ട് ഞങ്ങളടുത്ത് നല്ല രീതിയിലാണ് നിൽക്കേണ്ടത്. കാരണം ഞങ്ങൾ 2 വർഷമായി നമ്മൾ അവിടെ ആ ഒരു വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെയും കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതായത് നമുക്ക് വാടകയ്ക്കായാലും കറണ്ട് ബില്ലിനായാലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് ഇങ്ങോട്ട് അവർ വിളിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ ഇന്ന് വരെ അവിടെ കൊടുത്തിട്ടും ഇല്ലായിരുന്നു. കാരണം കറക്റ്റായിട്ട് വാടക നമ്മൾ ആ ഒരു ഡേറ്റിൽ തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു. അതേപോലെ കറണ്ട് ബില്ല് അങ്ങനെ എന്തൊക്കെ ആയാലും. പിന്നെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചിട്ട് ഇതോട്ട് നമ്മൾ കയറിയപ്പം തന്നെ കുഴപ്പങ്ങളായതുകൊണ്ട് ഇതൊക്കെ വന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ച് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഒരു രീതിയിലും നമ്മൾ ഒന്നിനെയും ബുദ്ധിമുട്ടിയില്ല. പിന്നെ ഇതോട്ട് കുറ്റങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്, അല്ലാതെ കുറ്റങ്ങളല്ല, നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഇതിനു മുന്നേ വീഡിയോയ്ക്ക് അത് പറഞ്ഞപ്പോൾ അതിനകത്ത് കുറേ പേര് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ചേച്ചി, നമ്മളല്ല, അവർ വന്ന് ശരിയാക്കി തരും, ഞങ്ങൾ ഇതോട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇതേപോലെയുള്ള പ്രശ്നങ്ങളേ ഇല്ല, അവർ വന്ന് എല്ലാം ശരിയാക്കി തരുകയും അവർ വന്ന് നമുക്ക് ആവശ്യത്തിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അതിനകത്ത് നമ്മൾ കുറ്റങ്ങൾ ആരെയും പറയുന്നില്ല കേട്ടോ, നമ്മൾ ഇതോട്ട് നമ്മുടെ സാഹചര്യം, അവിടെ ഉണ്ടായ സാഹചര്യമാണ് പറഞ്ഞത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്, അവരോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ദേവു രഞ്ജിത്തിൻ്റെ മകളായ നിവേദ്യ മോളുടെ ബർത്ത്ഡേ ജൂൺ 26 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ജരി കൃഷ്ണയുടെ മകനായ ജന കൃഷ്ണയുടെ ബർത്ത്ഡേ ജൂൺ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് വിഷയണേന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ 2 മക്കൾക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമിത, നമു, ദേവൂട്ടൻ, നന്ദൂട്ടൻ, മുഫി റാഫിയുടെ മക്കളായ റിത, റിഹ, ലക്ഷ്മി മനോജിൻ്റെ മകനായ ആരോമൽ, ജിസി, നിരഞ്ജന,
രാഖി വിനീഷിൻ്റെ മകനായ നവനീത് കൃഷ്ണ, വർഷ, മുഹമ്മദ് അയാൻ, സിയ, പ്രവീണ അഫി, നീഷ്മ ശിവൻ, പിന്നെ ഷംനയുടെ ദുബായ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷംനയ്ക്കും ഷംനയുടെ ദുബായ് ഫ്രണ്ട്സിനും പിന്നെ എല്ലാവർക്കും നമ്മുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ.